whispering past. Just for you. ഹലോ ആർമീസ്. ഇത് അറക്കൽ തറവാട്ടിലെ ചെറുപ്പക്കാരനായ മഹേശ്വർ വർമ്മയും ശങ്കരമഠം തറവാട്ടിലെ മൂത്ത പുത്രിയായ കൃതി ശങ്കറും തമ്മിലുള്ള പ്രണയകഥയമാണ്. അറക്കൽ തറവാട് അഭിമാനത്തിനും കഠിന ശാസനയ്ക്കും പേര് കേട്ടൊരു രാജവഴിയുള്ള കുടുംബം. അവിടുത്തെ ഇപ്പോഴത്തെ വാസികളാണ് മൂത്ത പുത്രൻ ഇന്ദ്രജിത് വർമ്മയും ഭാര്യ പ്രിയങ്ക വർമ്മയും. കുടുംബത്തെ വൈഭവത്തിലേക്ക് നയിക്കുന്നതും ആ സാമ്പത്തിക ചുമതല താങ്ങിയിരിക്കുന്നതും സഹോദരൻ മഹേശ്വർ വർമ്മയാണ്. ഒരു ക്രൂരനായ നേതാവ്, ഹൃദയം തണുത്തവൻ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോട് കാരണം കാണിക്കാതെ കഠിനത്വത്തിൽ ജീവിക്കുന്നവൻ. മഹേശ്വരൻ അങ്ങനെ ആകാൻ കാരണം ഒന്നാണ് 2 വർഷം നീണ്ട തന്റെ പ്രണയബന്ധം. അവിടെ അത്ഭുതകരമായി അവളോടൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തകർന്നത് അവൾ പൈസയും സ്വത്തിനും വേണ്ടി അവന്റെ കൂടെ കൂടിയെന്നറിഞ്ഞതും അവനെ ഇട്ടിട്ട് അവളുടെ പഴയ കാമുകനായി ഇറങ്ങിപ്പോയതും എന്നറിഞ്ഞാണ്. ആ വഞ്ചന അവന്റെ മനസ്സിൽ തീ ഉണ്ടാക്കി. അതിനുശേഷമാണ് അവൻ മുഴുവനായി മാറിയത്. ഒരു വെറുപ്പിന്റെ കോട്ടയായി തീർന്നു. ഇത് സംഭവിച്ചിട്ട് 1 വർഷമായെങ്കിലും ആ പ്രണയവും വഞ്ചനയും ഇപ്പോഴും അവന്റെ ഉള്ളിലിരിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ 6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വർമ്മ ഡിസൈൻസ് എന്ന ബിസിനസിന്റെ ചുമതല മഹേഷിനും ഇന്ദ്രജിത്തും ഏറ്റെടുത്തത്. ഇവരുടെ കുടുംബത്തെ ഇപ്പോൾ മാതാവിനെ പോലെ നോക്കുന്നത് അവിടുത്തെ പഴയ ജോലി ചെയ്യുന്ന ഓമനക്കുട്ടി അമ്മയാണ്. ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് അവരെയാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ വിപരീതമായാണ് ശങ്കരമഠം തറവാട്ടിൽ ജനിച്ച കൃതി ശങ്കർ. ഒരു സ്വപ്നലോകത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി, അന്ധവിശ്വാസമില്ലാതെ സ്നേഹത്തിലും സഹനത്തിലും നിറഞ്ഞവൾ. ഒരു നല്ല കുടുംബം എന്ന സ്വപ്നം കൊണ്ടാണ് അവളുടെ എല്ലാ നിലപാടുകളും. അതിനായി എല്ലാം സഹിക്കാൻ അവൾ തയ്യാറാണ്. തന്റെ അമ്മയായ കാർത്തികയും അച്ഛനായ ഡോക്ടർ ദേവാനന്ദ് ശങ്കറും അവരുടെ മകളെ പ്രേമത്തിലൂടെയാണ് വളർത്തിയത്. അവളുടെ സഹോദരി കൃപ കുറച്ചു കുറുമ്പയായാലും അവളുടെ മനസ്സും അതുപോലെ ചുരുങ്ങിയതാണെന്ന് പറഞ്ഞാലും മതി. ഇപ്പോൾ കഥയുടെ നടുവിലേക്കാണ് നമ്മൾ എത്തുന്നത്. കഠിനത്വത്തിൽ കീഴ്പ്പെടുത്തിയ മഹേശ്വരനും സ്നേഹത്താൽ കീഴ്പ്പെടുത്തുന്ന കൃതിയും തമ്മിലുള്ള രൂപപ്പെടുന്ന ഒരു ബന്ധമാണ് ഈ കഥയുടെ ഹൃദയം. ഇവിടെ നിന്ന് കഥ മുന്നോട്ട് പോകുന്നത് ഒരു ജീവിത പാതയിൽ ഹൃദയങ്ങളും ആഗ്രഹങ്ങളും എങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും അതിന്റെ തുടക്കമാണ്. ഇതൊരു പോരാട്ടമാണ്. ഒരാളുടെ തണുത്ത മനസ്സിന്റെ മതിൽ തകർക്കാൻ മറ്റൊരാളുടെ മനസ്സിന്റെ ചൂട് എത്രത്തോളം പോവാനാകും എന്നതിന്റെ അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറ